ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് കിട്ടുന്ന ഒരു ജ്വല്ലറിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ലുലു മോളിൽ പോയതാണ്. ഇൻസ്റ്റഗ്രാം പ്രൊമോഷൻ ആയിരുന്നു. അപ്പൊ നമ്മുടെ ഏതുകൊണ്ടും കൂടെ ഉണ്ട്. ഈ സുനാലിയും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പൊ പ്രൊമോഷനൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് എന്തേലും കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഏതുകൊണ്ട് ഒരു ബൺ മേടിച്ചു കൊടുത്തു. അവന് ദേ ഒരു തൊപ്പിയും കിട്ടിയിട്ടുണ്ട്. അത് തിരിച്ചാ വെച്ചിരിക്കുന്നത്. തനിയെ തന്നെ എടുത്ത് വെച്ചതാണേ തൊപ്പിയൊക്കെ. എന്നിട്ട് ഞാൻ പറഞ്ഞ സെക്കൻഡ് എന്നെ എടുത്ത് നേരെ തിരിച്ചു വെച്ചിട്ടുണ്ട്. ബൺ മേടിക്കാനായിട്ട് ഷോപ്പിൽ പോയപ്പോൾ ആ കൊച്ചി ഇവന്റെ കയ്യിൽ പെട്ടെന്ന് തന്നെ ഈ തൊപ്പി എടുത്ത് കൊടുത്തു. അപ്പൊ സൂർജേട്ടൻ വിചാരിച്ചു ഇവൻ അല്ലാണ്ട് അവിടെ നിന്ന് എടുത്തതാണെന്ന്. അപ്പൊ സൂർജേട്ടൻ പറഞ്ഞു ഒന്നും എടുക്കല്ലേ മോനെ, ഇത് നമ്മുടെ അല്ലാന്ന്. അപ്പൊ തന്നെ അവൻ അത് തിരിച്ചു വെച്ചു കേട്ടോ. ഞങ്ങൾ ഞെട്ടിപ്പോയി. പക്ഷെ ഞാൻ പറഞ്ഞല്ല ആ കുട്ടി കൊടുത്തതാണെന്ന് പറഞ്ഞു. അവള് വീണ്ടും അത് അവന്റെ കയ്യിൽ കൊടുത്തു. അപ്പൊ അവൻ മേടിച്ചില്ല കേട്ടോ. അവൻ ഡാഡയും അമ്മയും പറഞ്ഞതിന് ശേഷം മാത്രമേ മേടിച്ചുള്ളൂ. ഞങ്ങൾ ഞെട്ടിപ്പോയി. ഞങ്ങൾ പെർമിഷൻ കൊടുത്ത് എടുത്തോ എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ അവൻ അത് മേടിച്ചുള്ളൂ. ഭയങ്കരമായിട്ട് എന്താ പറയാ, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ അവൻ അങ്ങനെ ചെയ്തപ്പോൾ. ഇത് കേൾക്കുമ്പോൾ പലരും ആലോചിക്കും ഇതാണോ ഇത്ര വലിയ കാര്യമൊന്നും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ കാര്യമാണ് കേട്ടോ. അവൻ 1.5 വയസ്സല്ലേ ആയിട്ടുള്ളൂ. എന്നിട്ടും അവൻ അത് മെച്യൂരിറ്റിയോട് കൂടി തന്നെ ആ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷം തോന്നി. ഡോഗ്സിന്റെ കൂടെ ബേബിയെ വളർത്തിയാലുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കുമ്പോൾ നമുക്ക് കുറേ ബെനിഫിറ്റ്സ് വരും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യങ്ങളെല്ലാം ഏതുവിൻ്റെ കാര്യത്തിൽ കറക്റ്റാണ് കേട്ടോ. ഇസു ആലി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഏതുട്ടൻ ഇത്രയും നന്നായിട്ട് തന്നെ ബിഹേവ് ചെയ്യുന്നതെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത് കഴിഞ്ഞതേ ഈ ട്രെയിനിൽ കയറ്റാന്ന് പറഞ്ഞ് ഞാൻ അവനെ കൊണ്ടുപോയി. എനിക്ക് ഇതിനകത്ത് കയറണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പൊ അവനുള്ളതുകൊണ്ട് ഞാനും കൂടെ കയറിയിട്ടുണ്ട്. അതിനകത്ത് കയറുന്നതിന് മുന്നേ ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്നും പറയണ്ട, ഇവൻ ഈ ബുക്കിൽ തന്നെയായിരുന്നു ഫുൾ ടൈം. എന്റെ ഡെലിവറിക്ക് അഡ്മിറ്റ് ആവുന്നതിന്റെ അന്ന് രാവിലെ വരെ ഞാൻ ക്ലാസ് എടുത്തിട്ടാണ് പോയത്. ഇവൻ വയറ്റ് കിടക്കുമ്പോൾ ഫുൾ ടൈം ഇതുപോലെ സ്പീക്കിംഗ് റൈറ്റിംഗ് ഒക്കെ കേട്ടോണ്ട് തന്നെയാണോന്ന് അറിയത്തില്ല. ഇവന് ബുക്സിനോട് വലിയ ഇഷ്ടമാണ്. നീ അവിടെ പഠിക്കുവാണോടാ? നീ എന്താടാ ഇങ്ങനെ? ഇവൻ കുറെ വട്ടം ആ ട്രെയിനിൽ ഡാടാന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ഈ ബുക്ക് ഉള്ളതുകൊണ്ടാണ് അവൻ അതിനകത്ത് ഇരുന്നതെന്ന് വേണം പറയാൻ. ബുക്കും കൊണ്ട് കയറിയപ്പോഴേ അകത്ത് പോയിരുന്നു പഠിക്കത്തേ ഉള്ളത്. പിന്നെ വീട്ടിൽ വന്നിട്ട് 3 പേരും കൂടെ ഇതേ പഴയ കുരുത്തക്കേടുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആലിതേ കുരയ്ക്കുന്ന ഇവൻ ബൈക്കിന്റെ വണ്ടിയിൽ കയറുന്നോണ്ടാണ് കേട്ടോ.